വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ വീട് ഒന്നിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച സർക്കാർ. സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്നവർക്കും വീട് നൽകും. ദുരിതബാധിതർക്ക് വീടിന് സ്ഥലം 7 സെന്റാക്കി ഉയർത്തി. ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനം. ആശാവർക്കർമാർക്ക് ഓണറേറിയവും കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ച സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാവർക്കർമാർ. ആശമാരോട് കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തെ തുണച്ച് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ UDF വർദ്ധിക്കുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. കടൽ മണൽ ഖനനത്തിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് UDF. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFന്റെ എല്ലാ കമ്മിറ്റികളെയും ശക്തിപ്പെടുത്തും. തീരുമാനം LDF നേതൃയോഗത്തിൽ. വയനാട് കൃഷി ഓഫീസിൽ ജീവനക്കാരിയുടെ ആത്മഹത്യാ ശ്രമം. ജീവനൊടുക്കാൻ ശ്രമിച്ചത് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ജീവനക്കാരി. ആത്മഹത്യാ ശ്രമം സഹപ്രവർത്തകന്റെ മാനസിക പീഡനം മൂലമെന്ന് ആരോപണം. ഇന്നവിടെ പോയി അയാൾ എന്തൊക്കെയോ വിളിച്ചു വന്നിട്ടുണ്ട്. അവിടുന്ന് വല്ലാതെ ഇരുന്നിട്ട് അവിടെ കരച്ചിലായിരുന്നു. ഓഫീസിലെല്ലാവരും അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ശ്രദ്ധിക്കണം, അവിടെ എന്തെങ്കിലും ചെയ്യും. അവളെ സെക്ഷനിൽ ചെയ്ത് തന്നെ അവിടെ ബാത്റൂമിലുണ്ടോന്ന് സംശയമുണ്ട്. ഞാൻ വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. പിന്നെ ഞാൻ കുറെ മുട്ടി വിളിച്ച്. അപ്പൊ അവള് കുറ്റിയെടുത്തെങ്കിലും അവിടെ വാതിലിൽ ചരിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിലേക്ക് ഞാൻ തള്ളി തുറന്നു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ അറസ്റ്റിൽ. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ. ഡിസ്ചാർജ് തീരുമാനം മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം. അഫാന്റെ കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം ശേഖരിക്കാൻ പോലീസ്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കേസ്. ഷെറിന് നല്ല നടപ്പ് കാണിച്ച് ശിക്ഷ ഇളവ് നൽകിയതിന് പിന്നാലെ. ചാനൽ ചർച്ചയ്ക്കിടയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. PCയുടെ ആരോഗ്യനില മോശമെന്ന അഭിഭാഷകൻ. നൽകുന്നത് മികച്ച ചികിത്സയെന്നും ജാമ്യം നൽകേണ്ടതില്ലെന്നും പ്രോസിക്യൂഷൻ. ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും പ്രോസിക്യൂഷൻ. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. നുസൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെന്ന് ഓർത്തുവെച്ചോളാൻ ഭീഷണിക്കോൾ. അൻവറെ കണ്ടിട്ട് തീരുമാനമെടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോകുന്നത്. അത് ഓർമ്മ വെച്ചു. ഒരു ഭാഷണയും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. മലപ്പുറം ചോളമുണ്ടിയിൽ കാട്ടാനക്കുഴിയിൽ വീട് ചരിഞ്ഞ നിലയിൽ. ചരിഞ്ഞത് കസേരക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന. ജഡം കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ. തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളി നിലത്ത് വീണ അധ്യാപകൻ മരിച്ചു. മരിച്ചത് പൂകുന്ന സ്വദേശി അനിൽ. സുഹൃത്ത് രാജരാജൻ കസ്റ്റഡിയിൽ. സംഭവം രാത്രി സംഗീത അക്കാദമി പരിസരത്ത്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡിനായി പൊരുതുന്നു. രണ്ടാം ദിനം കളി അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയിൽ. വിദർഭയുടെ 379 റൺസ് പിന്തുടരുന്ന കേരളം 248 റൺസിന് പിന്നിൽ. ആദിത്യ സർവേദേക്ക് അർദ്ധ സെഞ്ചുറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു.